ഹോജോ ബോർഡിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആത്മാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചെറിയ കൗതുകവും കാര്യങ്ങളും അവരെ കൊണ്ടെത്തിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ രോമാഞ്ചം വരെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഭീകരമായിട്ടുള്ളൊരു വേർഷൻ, വേറൊരു തരം ഗെയിം, ആ ഗെയിമും ഇതേപോലെ തന്നെ ആത്മാക്കളോട് സംസാരിക്കാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഹോജോ ബോർഡ് പോലെയല്ല, അതിനേക്കാൾ ഒരുപാട് കോംപ്ലക്സ് ആൻഡ് റിസ്കി ആയിട്ടുള്ളൊരു ഗെയിം. കുറച്ച് പേര് ഈ ഗെയിം കളിക്കുന്നതിൽ നിന്ന് തുടങ്ങുകയാണ് ഈ സിനിമ. ടോക്ക് ടു മീ എന്ന് പറഞ്ഞ 2022 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ്. ആദ്യം ഒരു ലെവൽ വരെ അതിൻ്റെ ഒരു ഭീകരതയെ ഒരു മീഡിയത്തിൽ കാണിച്ചു പോവുകയും പിന്നെ അത് ഭയങ്കര വൈൽഡായി മാറുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ചിലയിടങ്ങളിലൊക്കെ അറിയാതെ പേടിച്ചു പോകുന്ന, രാത്രിയൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഈ സിനിമ കണ്ടത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ പേടിയൊക്കെ എനിക്ക് ഉറങ്ങാൻ കിടന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അധികം സിനിമകളൊക്കെ നമ്മളങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലൊരു പേടിയൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ ഈ സിനിമയിലെ ചില ക്യാരക്ടർ ഇമോഷൻസ് അല്ലെങ്കിൽ അവർ ആ ഹൊറർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതിയൊക്കെ കുറച്ചിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചെറിയ പ്ലോട്ട് ട്വിസ്റ്റുകൾ മാത്രമുള്ള സിനിമ, എന്നാൽ ആദ്യ അവസാനം എൻഗേജിങ് ആവുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയും ഗംഭീര മേക്കിങ്ങും കൊണ്ടാണ്. ആക്ടേഴ്സൊക്കെ അസാധ്യ പെർഫോമൻസ് ആണ്. ഈ സിനിമ അവസാനിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു സർക്കുലർ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ആ സ്റ്റോറിയെ ഒരു സർക്കുലർ ലെവലിൽ ഒരു സൈക്കിൾ പോലെ ആ സ്റ്റോറിയുടെ ഒരു ട്രാവലിനെ ഒരു സൈക്കിൾ പോലെ കൺവേർട്ട് ചെയ്ത് പോകുന്നൊരു പോയിന്റ് ഉണ്ട്. അത് ഈ സ്റ്റോറി അവസാനിക്കുന്ന സമയം ആ ക്യാരക്ടർ ട്രാൻസിഷനും ഒരു റെവലേഷനൊക്കെ വരുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു ലെവലിലേക്ക് ആ സിനിമ കൊണ്ടെത്തിച്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കംപ്ലീഷനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇനിയും തുടർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ഇവർ ഈ സിനിമ വഴി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആ ഗെയിം ഹോജോ ബോർഡ് പോലെ കളിച്ചു നോക്കാൻ എളുപ്പമല്ലെങ്കിലും ഇനിയും സിനിമകൾ അതിനെ ബേസ് ചെയ്ത് വരാനൊക്കെ സാധിക്കും. ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇത്തിരിയൊക്കെ പേടിക്കാനുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഹൊറർ സിനിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുനോക്കാം ഇന്തോനേഷ്യൻ ഹൊറർ സിനിമയായിട്ടുള്ള ടോക്ക് ടു മീ. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.